ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഫ്താരിയ. തലശ്ശേരിയാണ് എൻ്റെ സ്ഥലം വരുന്നത്. എൻ്റെ പേര് മെസ്സിത, ഞാനും തലശ്ശേരി തന്നെയാണ്. ഞാൻ നാദിയ, ഞാൻ തലശ്ശേരിയാണ് എൻ്റെ സ്ഥലം. ഞങ്ങൾ 3 പേരും ടെക്കോറിസിലെ സെക്കൻഡ് ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. നമ്മൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കോഴ്സിൻ്റെ ആഡ് കാണുന്നത്. അങ്ങനെ ആഡ് നമ്മളെ ഇവിടെ എങ്ങനെ എത്തിച്ചു എന്നതാണ് നമ്മളിപ്പോൾ പറയാൻ വരുന്നത്. എന്താണ്, ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ടാവും. കല്യാണം കഴിഞ്ഞ് പഠിച്ച് ജോബൊക്കെ ചെയ്യുന്നവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും, വീട്ടിലിരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതായത് ഞാൻ മുന്നേ 2 കമ്പനീസിൽ വർക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ അതിനുശേഷം കരിയറിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ടെക്കോറിസിലേക്ക് എത്തുന്നത്. ടെക്കോറിസ് മുതൽ നമ്മളെ ഇവിടം വരെയുള്ള ഒരു ജേണി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആസ് യൂഷ്വൽ ഞങ്ങൾ എല്ലാവരെയും പോലെ പഠിക്കുക, ഒരു ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഒരു ആസ് എൻ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെ ഒരു തോട്ടായിരുന്നു നമ്മളെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ എന്തിന് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് നമ്മളെ മൈൻഡിലേക്ക് വന്നു. അതായത് മെയിൻലി ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നത്. അതായത് വേറെ വർക്ക് ചെയ്യുന്നതിലും നിങ്ങൾക്ക്, അതായത് നമുക്ക് എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത്, അതായത് ഈ ഒരു 3 മന്ത് കോഴ്സ് മാത്രമല്ല, ഇവിടെ നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ മെയിൻലി ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് പുതിയതായിട്ട് ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സ്വന്തമായിട്ട് തന്നെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങാനുള്ള പ്ലാനിലെത്തി. പിക്സ്വേഴ്സാണ് പേര് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിങ്ങനെ വരുന്നു. അതിന് സോഷ്യൽ മീഡിയ പേജസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത്, അതായത് ശരിക്കും ഏതെങ്കിലും ഒരു കമ്പനിയിൽ പ്ലേസ്ഡായി വർക്ക് ചെയ്യാമെന്നായിരുന്നു നമ്മളെ 3 പേരുടെയും പ്ലാന്. പക്ഷെങ്കിൽ എന്താ പറയുക, സ്വന്തം വേറൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തതിനും കാട്ടി എത്രയോ നല്ലതാണ് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡിലേക്ക് നമ്മൾ എത്തിയത്. എന്തുകൊണ്ട് നമുക്ക് ഗേൾസിന് പറ്റില്ല എന്നൊരു തോട്ടിൽ നിന്ന് പറ്റും എന്നൊരു തോട്ടിലേക്ക് ഞങ്ങളിവിടെ എത്തിച്ചത് ടെക്കോറിസാണ്. അതായത് നമ്മൾ 3 പേരും പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്നാണ് ഫ്രണ്ട്സ് ആയത്. ഏകദേശം ഒരു സെയിം ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, ഒരു കരിയറിലൊരു ഗ്യാപ്പ്, അതായത് ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ വരുന്നതും. എന്നിട്ട് ഇപ്പം നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് വളരെ ഹാപ്പിയാണ്. നമുക്കൊരു സ്വന്തമായിട്ടൊരു കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് വന്ന ദിവസവും ഇപ്പോഴത്തെ ഒരു ഡിഫറെൻ്റ് ആണ്. കൂടുതലായിട്ട് പറയാന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്ക് ഒരു ഏജൻസി ഒക്കെ തുടങ്ങാൻ പറ്റും എന്നുള്ളത് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. തുടങ്ങാമെന്നും ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ നമ്മളെ കൊണ്ടും സാധിക്കും. ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ടാവും വീട്ടിൽ ഹൗസ് വൈഫായിട്ടൊക്കെ നടക്കുന്നത്. അല്ല, നോർമലി ഡിഗ്രി കഴിഞ്ഞാലും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. ഇത് ജസ്റ്റ് ഒരു 3 മന്ത് കോഴ്സ് ചെയ്തതിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത്. ഞാനൊരു BCom സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പഠിച്ചത് BC ആണ്. ഞാൻ BBA സ്റ്റുഡൻ്റ്. അങ്ങനെ 3 പേരും 3 തലത്തിൽ നിന്ന് വന്നതാണ്. നമ്മുടെ കമ്പനീൻ്റെ പേര് വരുന്നത് പിക്സ്വേഴ്സ് എന്നാണ്. നമ്മളിപ്പോൾ തലശ്ശേരി ബേസ്ഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം മെയിൻലി തലശ്ശേരിക്കാരുടെ ഇടയിൽ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുക, തലശ്ശേരിയിൽ തന്നെ ഒരു ഫസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് ടോപ്പിൽ എത്തുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു തലശ്ശേരിയിൽ ഓൾമോസ്റ്റ് ആൾക്കാർക്കൊന്നും വലിയ ഒരു ധാരണയില്ല. ഞങ്ങളും അതുപോലെ ധാരണ ഇല്ലാണ്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ലോഗോ ക്രിയേഷൻ മുതൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡിങ്, ഒരു കമ്പനീൻ്റെ ബ്രാൻഡിങ് മുതൽ, അതായത് ലോഗോ, SEO, വെബ് ഡിസൈൻ, സോഷ്യൽ മീഡിയ, അങ്ങനെ കാമ്പയിൻസ്, ആഡ് റണ്ണ് ഒക്കെ നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും
ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തലശ്ശേരി ബേസ്ഡ് ആണെങ്കിലും ബാക്കിയുള്ള വേൾഡിലുള്ള എല്ലാ ക്ലയൻസും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻ്റർനാഷണലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലായി ഒരുപാട് എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ അതിന് എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. മെയിൻലി നമുക്ക് ഇതിനുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ടെക്കോറിസിലെ ടീച്ചേഴ്സ് തന്നെയാണ്. പറയാം, നമ്മളാ ഒരു തോട്ട് മാറ്റിയത് തന്നെ ടെക്കോറിസ് ആണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങളെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാൻ ഏതെങ്കിലും കമ്പനിയിൽ എംപ്ലോയിഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ നമ്മളൊരു ഏജൻസിനെ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു നിങ്ങൾക്കത് ചെയ്യാൻ ഞങ്ങളടുത്ത് ഫസ്റ്റ് പറഞ്ഞത് അജിഷ്ണു സാറാണ്. സാറിൻ്റെ പേര് നമ്മൾ എക്സ്പെഷ്യലി പറയണം, കാരണം സാറാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്, ഈ ഒരു പിക്സ് ബേഴ്സയിലേക്ക് എത്തിച്ചത് സാറാണ്. ഒരു നെയിമിൽ പോലും സാർ ഒരു നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് റേസർ ആയിക്കോട്ടെ അതേപോലെ അജിഷ്ണു സാർ ആയിക്കോട്ടെ വളരെ സപ്പോർട്ടീവായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ തുടങ്ങിയത്. അപ്പം ഇനി മുന്നോട്ടുള്ള ജേണിയിലും അവർ ഉണ്ടാവണമെന്ന് നമ്മൾ വിഷ് ചെയ്യുന്നു. നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ ഇനി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്നു. ബൈ.